മെയ് 1 ഇന്റർനാഷണൽ വർക്കേഴ്സ് ഡേ, ലോക തൊഴിലാളി ദിനം. ഈ ദിനത്തിന് ഇത് ആരംഭിച്ച കാലം മുതൽ ഇന്നേ വരെ പ്രാധാന്യം ഒട്ടും കുറഞ്ഞിട്ടില്ല. എങ്കിലും തൊഴിൽ മേഖലയും തൊഴിലാളി സംസ്കാരങ്ങളും ധാരാളം മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെങ്കിലും വലിയ വിഭാഗം തൊഴിലാളികൾ ചൂഷണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുന്നു ഇന്നും ഇക്കാലത്തും എന്നുള്ളത് നിഷേധിക്കാനാവാത്ത ഒരു വസ്തുതയാണ്. തൊഴിൽ സമയം 8 മണിക്കൂറായി നിജപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ളതായിരുന്നു ആദ്യത്തെ സമരമെങ്കിലും ഇന്ന് തൊഴിലിനും സമയക്ലിപ്തതക്കും തമ്മിൽ കാര്യമായ ബന്ധമൊന്നുമില്ല എന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് തൊഴിൽ മേഖല. അതായത് ഫാക്ടറി തൊഴിലാളികളുടെ പ്രവർത്തന സമയം ദീർഘിച്ചു പോകുന്നതിലുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി ഉയർന്നു വന്ന ശബ്ദങ്ങളെല്ലാം ഇന്ന് അപ്രസക്തമായി തീർന്നിരിക്കുന്നു. കാരണം ഇത് വർക്ക് ഫ്രം ഹോമിന്റെ കാലഘട്ടമാണ്. വർക്ക് ഫ്രം ഹോം, ഇവിടെ സമയക്ലിപ്തതയ്ക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. സാധാരണ നിലയിൽ AI മറ്റ് മോഡേൺ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റുകളുടെ കാലത്ത് തൊഴിൽ മേഖലയിൽ ഫിസിക്കൽ സേവനം മാത്രമല്ല നടക്കുന്നത്, മറ്റ് ഡാറ്റകളുടെയും ഇന്റലിജൻസിന്റെയും ഉപയോഗമാണ് കൂടുതൽ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വ്യവസായ കാലഘട്ടത്തിലെ ഇൻഡസ്ട്രിയൽ ഏറയിലെ തൊഴിലാളികളുടെ അവർ നേരിട്ടിരുന്ന പ്രശ്നങ്ങളും ഇന്നത്തെ തൊഴിൽ വിഭാഗങ്ങൾ, തൊഴിൽ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളും തമ്മിൽ അജഗജാന്തരമുണ്ട് എന്ന് പറയാതെ വയ്യ. എന്നിരുന്നാലും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട ചൂഷണങ്ങൾക്ക് കുറവ് ഏതും വന്നിട്ടില്ല. കാലാനുസൃതമായ മാറ്റങ്ങൾ, പരിഷ്കരണങ്ങൾ ഉടമയും തൊഴിലാളിയും തമ്മിലുള്ള ബന്ധത്തിൽ ഇനിയും വരേണ്ടിയിരിക്കുന്നു. തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉയർന്നു വരിക സാധാരണ നിലയിൽ ഒരു ഓഫീസിലെയോ അല്ലെങ്കിൽ ഫാക്ടറിയിലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടിത തൊഴിൽ സമൂഹത്തിൻ്റെയോ ചിത്രമാണ് നമ്മുടെ മുമ്പിൽ ഉയർന്നു വരിക. എങ്കിലും ഇന്നത്തെ അവസ്ഥയിൽ നമ്മുടെ സൊമാറ്റോ, സ്വിഗ്ഗി, മറ്റ് ഫ്രീലാൻസ് വർക്ക്, അസംഘടിത തൊഴിൽ മേഖല വളരെ വിപുലമാണത്. അത് സംഘടിത തൊഴിലാളികളെക്കാൾ വലിയ വിഭാഗം ജനസമൂഹം അസംഘടിത മേഖലയിൽ തൊഴിലാളികളായിട്ടുണ്ട്. സംഘടിത തൊഴിലാളികളാവട്ടെ സംഘടനകളുടെ പിൻബലത്തിൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ പലപ്പോഴും മറന്ന രീതിയിലാണ് പെരുമാറുന്നത് എന്ന് കാണാം. വലിയൊരു തൊഴിൽ സംസ്കാരം ഉയർന്നു വന്നിട്ടുണ്ട്. അവകാശ സംരക്ഷണങ്ങളെ കുറിച്ച് കാണിക്കുന്ന അതിജാഗ്രത അവർക്ക് കർത്തവ്യ ബോധങ്ങളെക്കുറിച്ച് കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. മാത്രമല്ല സംഘടിത തൊഴിലാളി വർഗം ട്രേഡ് യൂണിയനുകളുടെ പിൻബലത്തിൽ അവരുടെ കെടുകാര്യസ്ഥതകളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാനോ ചോദ്യം ചെയ്യപ്പെടാതെയും അവർക്കെതിരായ അച്ചടക്ക നടപടികൾ അവരെ നിയമിച്ച കമ്പനികൾക്കോ സർക്കാരുകൾക്ക് പോലുമോ ചെയ്യാൻ കഴിയാത്തയും വിധത്തിൽ വഴിമുടക്കുന്ന രീതിയിലായി തീർന്നിട്ടുണ്ട് അവരുടെ സംഘടിത ബലം. അവകാശ കാര്യങ്ങളിൽ അവർ തൊഴിലാളി തന്നെയാണ്. എങ്കിലും ഉദ്യോഗ രംഗത്ത്, അവരുടെ തൊഴിൽ രംഗത്ത് അവർ മേധാവിത്വം പുലർത്തുകയും ഏകാധിപത്യം കാണിക്കുകയും അവരുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിൽ സമൂഹത്തോടുള്ള അവരുടെ കർത്തവ്യങ്ങളുടെയും ഉത്തരവാദിത്വത്തിന്റെയും പേരിൽ അവർ വമ്പിച്ച തോതിൽ വീഴ്ച വരുത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അതായത് ഒരു തൊഴിൽ സംസ്കാരത്തിനും യോജിക്കാത്ത പ്രവർത്തനങ്ങളാണ് പലപ്പോഴും തൊഴിലാളികൾ എന്ന പേരിൽ അവകാശങ്ങൾക്ക് വേണ്ടി മുൻപിൽ നിൽക്കുമ്പോഴും അധികാര പ്രമത്തതയുടെ പേരിൽ ഫ്യൂഡലിസ്റ്റ് മുതലാളിമാരെക്കാൾ മോശമായ രീതിയിൽ, ക്രൂരമായ രീതിയിൽ പൊതുസമൂഹത്തോട് പെരുമാറുന്ന തൊഴിലാളികളെയും നമുക്ക് കാണാം, തൊഴിലാളി നാമധാരികളെ. ഇന്ന് പല കമ്പനികളുടെയും പ്രത്യേകിച്ച് സർക്കാർ സ്ഥാപനങ്ങളുടെയും ഈ സോക്കാൾഡ് തൊഴിലാളികൾ എന്ന് വിവക്ഷിക്കപ്പെടുന്നവർ മുതലാളിമാരെക്കാൾ, ഒരു കാലത്തെ മുതലാളിമാരെക്കാൾ, ഫ്യൂഡലിസ്റ്റ് പിന്തിരിപ്പന്മാരെക്കാൾ മോശമായ രീതിയിലാണ് പൊതുസമൂഹത്തോട് പെരുമാറുന്നത് എന്നതാണ് ഇവിടെ സൂചിപ്പിച്ചത്. AI, ഓട്ടോമേഷൻ തുടങ്ങിയവയുടെ അതിപ്രസരമുള്ള ഈ കാലഘട്ടത്തിൽ ഇനി വരും കാലഘട്ടങ്ങളിലും ഒരുപക്ഷെ നമ്മൾ ഇന്ന് സങ്കല്പിക്കുന്ന പല തൊഴിൽ രീതികളും മാറി മറിഞ്ഞെന്ന് വരാം. ഒരു യൂണിവേഴ്സൽ ബേസിക് ഇൻകം എന്ന നിലയിലേക്ക് തൊഴിൽ മേഖല മാറിയെന്ന് വരാം. നാളത്തെ തൊഴിൽ മേഖല വ്യത്യസ്തമായൊരു സംസ്കാരമായിരിക്കും കാഴ്ചവെക്കുക. മെയ് ഡേ എന്നത് ഒരു പഴയ സമരസ്മരണ മാത്രമല്ല, അത് തൊഴിലാളിക്ക് ഒരു വിചിന്തനത്തിനുള്ള സന്ദർഭം കൂടിയാണ്, അവസരം കൂടിയാണ്. ഒരു തൊഴിലാളി താൻ വിൽക്കുന്നത് തൻ്റെ സമയമോ തൻ്റെ കഴിവുകളോ
അതോ തൻ്റെ ജീവിതം തന്നെയോ എന്ന് ചിന്തിക്കാനുള്ളൊരു പ്രേരണ ഓരോ മെയ് ദിനങ്ങളും കൊണ്ടുവരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ട്രേഡ് യൂണിയനുകളുടെ പിൻബലത്തിൽ സംഘടിത തൊഴിലാളി സമൂഹം കാണിക്കുന്ന മുഷ്കോ അഹങ്കാരമോ അസംഘടിത തൊഴിലാളികളുടെ നിസ്സഹായമായ അവസ്ഥകളോ അഭിസംബോധന ചെയ്യുന്നതല്ല നമ്മുടെ തൊഴിലാളി ദിനങ്ങൾ എന്ന് കാണാം. എങ്കിലും തൊഴിൽ മേഖലയെക്കുറിച്ചും തൊഴിൽ സമൂഹത്തെക്കുറിച്ചും തൊഴിലാളി സംസ്കാരത്തെക്കുറിച്ചും നമ്മെ ഓരോ മെയ് 1-ാം തീയതികളും ചിലത് ഓർമ്മിപ്പിക്കാനും പുനഃക്രമീകരിക്കാനും അവസരമൊരുക്കുന്നുണ്ട് എന്നുള്ളത് വിസ്മരിക്കാനാവില്ല.